താഴ്വരയാകിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 39 സങ്കീർത്തനം 10 വാക്യം. നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ, നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. ശിക്ഷയിൽ പോലും ദാവീദ് ദൈവത്തിൻ്റെ പരമാധികാരം തിരിച്ചറിയുന്നു. അവൻ അനുഭവിക്കുന്ന വേദന അർത്ഥശൂന്യമല്ല. അത് തൻ്റെ കുട്ടിയെ തിരുത്തുന്ന ഒരു പിതാവിൻ്റെ സ്പർശനമാണ്. ദൈവത്തിൻ്റെ കരം ഭാരമുള്ളപ്പോൾ അത് നമ്മെ നശിപ്പിക്കാനല്ല, മറിച്ച് തന്നിലേക്ക് അടുപ്പിക്കാനാണ് എന്ന് ദാവീദ് തിരിച്ചറിയുന്നു. നിന്റെ ബാധ എന്നിൽ നിന്ന് അകറ്റണമേ എന്ന ദാവീദിൻ്റെ നിലവിളിയുടെ അവൻ തൻ്റെ കഷ്ടപ്പാടിൻ്റെ കാരണം അംഗീകരിക്കുകയും കരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണം അമിതമായി തോന്നാം, പക്ഷേ അത് ദഹിപ്പിക്കുന്ന തീയല്ല, നശിപ്പിക്കുകയില്ല. പിന്നെയോ അത് നമ്മെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. തകർച്ചയിലൂടെ ദൈവം തൻ്റെ വിശുദ്ധിയെ പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പുനർനിർമ്മിക്കുന്നു. പ്രിയ സ്നേഹിതരെ, ശിക്ഷ നൽകുന്ന അതേ കൈ നമ്മെ രക്ഷിക്കുന്നുവെന്ന് ഓരോ വിശ്വാസിയും തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ശിക്ഷണം താൽക്കാലികവും അവൻ്റെ കരുണ ശാശ്വതവുമാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന വേദന ആഴമായ മാനസാന്തരത്തിലേക്കും ദൈവീയ കരുണയിലേക്കും എന്നെ നയിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.